ദുബായിലെ 8 പ്രധാന വിനോദസഞ്ചാരങ്ങൾ ചുറ്റിക്കാണാം വെറും 35 ദിർഹത്തിന്. ബസ് സമയവും വിശദാംശങ്ങളും അറിയാം. ദുബായിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ 2 മണിക്കൂറിനുള്ളിൽ കാണണോ? എങ്കിൽ വഴിയുണ്ട്. ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ദുബായ് ഓൺ ആൻഡ് ഓഫ് ബസ്സാണ് ഇത്തരത്തിലൊരു സൗകര്യമൊരുക്കുന്നത്. സെപ്റ്റംബറിലാണ് RTA ഓൺ ആൻഡ് ഓഫ് ബസ് ആശയം നടപ്പിലാക്കിയത്. 8 പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൂടെയാണ് ബസ് സഞ്ചരിക്കുക. താമസക്കാർക്കും സന്ദർശക വിസയിൽ എത്തിയവർക്കും ഈ സേവനം പ്രയോജനപ്പെടുത്താം. 1. ദുബായ് മോൾ. ലോകത്തെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളും വിനോദസഞ്ചാര കേന്ദ്രവുമായ ദുബായ് മാളിൽ നിന്ന് തന്നെ യാത്ര ആരംഭിക്കാം. 1200 ഷോപ്പുകളും വലിയ അക്വേറിയവും ഒളിമ്പിക് സ്റ്റേഡിയത്തോളം വലുപ്പമുള്ള ഐസ് റിങ്കുമെല്ലാം ദുബായ് മോളിന്റെ സവിശേഷതയാണ്. 2. മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ. രൂപകൽപ്പന കൊണ്ട് തന്നെ ലോക ശ്രദ്ധ നേടിയ മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ സന്ദർശിക്കാം. ഫോട്ടോയെടുത്ത് ദുബായ് യാത്രയുടെ ഓർമ്മയ്ക്കായി സൂക്ഷിക്കാം. രാവിലെ 9 മുതൽ വൈകിട്ട് 7 മണി വരെ പ്രവർത്തിക്കുന്ന മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചറിലേക്ക് പ്രവേശന ടിക്കറ്റ് നിരക്ക് 149 ദിർഹമാണ്. 3. ദുബായ് ഫ്രെയിം. പുതിയ ദുബായും പഴയ ദുബായും ഒരുമിച്ച് കാണാൻ ആഗ്രഹമുള്ളവർക്ക് ദുബായ് ഫ്രെയിമിലേക്ക് പോകാം. ദുബായ് നഗരത്തിന്റെ ഭംഗി അറിയാൻ ഏറ്റവും ഉചിതമായ സ്ഥലമാണ് ദുബായ് ഫ്രെയിം. 2018 ദുബായ് ഫ്രെയിം സന്ദർശകർക്കായി തുറന്നുകൊടുത്തത്. 150 മീറ്റർ ഉയരത്തിലുള്ള 2 ടവറുകളെ ബന്ധിപ്പിച്ച് 93 മീറ്റർ നീളത്തിലുള്ള ഗ്ലാസ് പാലമാണ് ഫ്രെയിമിന്റെ പ്രത്യേകത. ടിക്കറ്റ് നിരക്ക് മുതിർന്നവർക്ക് 52.50 ദിർഹവും കുട്ടികൾക്ക് 30.12 ദിർഹവുമാണ്. 3 വയസ്സിന് താഴെയുള്ളവർക്ക് പ്രവേശനം സൗജന്യം. 4. ഹെറിറ്റേജ് വില്ലേജ്. നഗര ജീവിതത്തിന്റെ ഏറ്റവും ആധുനിക കാലഘട്ടത്തിലാണെങ്കിലും പഴമ അതുപോലെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് ദുബായ്. ഹെറിറ്റേജ് വില്ലേജ് ദുബായിയുടെ പ്രൗഢ പാരമ്പര്യത്തിന്റെ ഉദാഹരണമാണ്. 5. ദുബായ് ഗോൾഡ് സൂക്ക്. മഞ്ഞ ലോഹം ഇഷ്ടപ്പെടുന്നവർ നിശ്ചയമായും സന്ദർശിക്കേണ്ട സ്ഥലമാണ് ദുബായ് ഗോൾഡ് സൂക്ക്. ആഭരണ മേഖലയിലെ പുതുമയും പഴമയും ഒരുമിക്കുന്ന ദുബായ് ഗോൾഡ് സൂക്കിലും ഓൺ ആൻഡ് ഓഫ് ബസ് എത്തും. 6. ജുമൈറ ഗ്രാൻഡ് മസ്ജിദ് അഥവാ ജുമൈറ മോസ്ക്. പ്രാദേശിക സംസ്കാരത്തെക്കുറിച്ച് അറിയാനും പഠിക്കാനും ആഗ്രഹമുള്ളവർക്ക് ജുമൈറ ഗ്രാൻഡ് മസ്ജിദ് മികച്ച തെരഞ്ഞെടുപ്പാണ്. 7. ലാമേർ ബീച്ച്. കടൽ തീരത്തെ സായാഹ്നം ആസ്വദിക്കാൻ ലാമേർ ബീച്ചിലേക്ക് പോകാം. 8. സിറ്റി വാക്ക്. ഷോപ്പിങ്ങിനായും വിവിധ രുചികളിലെ ഭക്ഷണം ആസ്വദിക്കാനും സിറ്റി വാക്ക് മികച്ച തിരഞ്ഞെടുപ്പാണ്. വിനോദ കേന്ദ്രമെന്ന രീതിയിലും സിറ്റി വാക്ക് സന്ദർശകരുടെ ഇഷ്ടകേന്ദ്രമാണ്. ബസ് അൽ ഗുബൈബ ബസ് സ്റ്റേഷനിലൂടെയും കടന്നുപോകും. ആവശ്യക്കാർക്ക് അൽ ഗുബൈബ മെട്രോ സ്റ്റേഷൻ, മറൈൻ ട്രാൻസ്പോർട്ട് സ്റ്റേഷൻ എന്നിവ ഉപയോഗപ്പെടുത്തി യാത്ര തുടരാവുന്നതാണ്. ബസ് സമയം ഇപ്രകാരം: രാവിലെ 10 മുതൽ വൈകിട്ട് 10 വരെയാണ് ബസ് സർവീസ് ഉള്ളത്. ദുബായ് മോളിൽ നിന്ന് ഓരോ 60 മിനിറ്റ് ഇടവേളയിലും ഓൺ ആൻഡ് ഓഫ് ബസ് സേവനം ലഭ്യമാണ്. 2 മണിക്കൂർ 8 വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ. 2 മണിക്കൂർ കൊണ്ട് ദുബായിലെ പ്രധാനപ്പെട്ട 8 വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൂടെയുള്ള യാത്രയാണ് ഓൺ ആൻഡ് ഓഫ് ബസ് ലക്ഷ്യമിടുന്നത്. ഒരാൾക്ക് 35 ദിർഹമാണ് ടിക്കറ്റ് നിരക്ക്. നോൾ കാർഡ് ഉപയോഗിച്ചും യാത്ര ചെയ്യാം. യാത്ര തുടങ്ങുന്നതിന് മുൻപ് നോൾ കാർഡിൽ മതിയായ ബാലൻസ് ഉണ്ടെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. 1 ദിവസം മാത്രമാണ് ടിക്കറ്റിന്റെ വാലിഡിറ്റി. മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചറിലേക്കും ദുബായ് ഫ്രെയിമിലേക്കുമുള്ള പ്രവേശന ടിക്കറ്റ് ഇതിൽ ഉൾപ്പെടും.